റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വിദേശ കെയറർമാരെ കിട്ടാനില്ല, ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടി UK-യിലെ കെയർ ഹോമുകൾ. വിദേശ കെയറർമാർക്ക് പങ്കാളികളെ കൊണ്ടുവരുന്നതിനുള്ള വിലക്ക് മൂലം കെയറർമാർ ബ്രിട്ടനെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ കെയർ ഹോമുകൾ ജീവനക്കാരില്ലാതെ പ്രതിസന്ധിയിൽ. കുടിയേറ്റം മുഖ്യ തിരഞ്ഞെടുപ്പ് അജണ്ടകളിൽ ഒന്നായതോടെ സർക്കാർ എടുത്ത കർശന നിലപാടുകൾ പല കെയർ ഹോമുകളെയും പ്രശ്നത്തിലാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമായും ഇന്ത്യ, ശ്രീലങ്ക, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ ജീവനക്കാരെ ആശ്രയിച്ചാണ് ഈ മേഖല മുൻപോട്ടു പോകുന്നത്. ഈ മേഖലയിൽ ജീവനക്കാരുടെ ക്ഷാമം തീവ്രമായതോടെ 2022 കെയർ വർക്കർമാരെയും സർക്കാർ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതോടെ കെയർ ഹോം ഉടമകൾക്ക് വിദേശ കെയർ വർക്കർമാരെ സ്പോൺസർ ചെയ്യാനും UK-യിലേക്ക് കൊണ്ടുവരാനും കഴിയുമായിരുന്നു. അതിനു മുൻപും ഈ മേഖലയിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകുമായിരുന്നെങ്കിലും കാര്യമായ പ്രതികരണമൊന്നും ലഭിക്കാറില്ല എന്നാണ് കെയർ ഹോം ഉടമകൾ പറയുന്നത്. ജീവനക്കാരുടെ കുറവ് രൂക്ഷമായതോടെ അന്തേവാസികളുടെ എണ്ണം കുറയ്ക്കേണ്ടതായി വന്നു എന്ന് കെയർ ഹോം ഉടമകൾ വ്യക്തമാക്കുന്നു. സ്കിൽഡ് വിസയ്ക്ക് കീഴിൽ കെയർ വർക്കർ ജോലി കൂടി വന്നതോടെ സ്ഥിതിഗതികൾ മാറാൻ തുടങ്ങി. 2022-23 കാലഘട്ടത്തിൽ 78,000 വിദേശ കെയർ വർക്കർമാരാണ് ദീർഘകാലം UK-യിൽ തങ്ങുന്നതിനുള്ള വിസയുമായി ഇവിടെ എത്തിയത്. കുടിയേറ്റം റെക്കോർഡ് ഉയരത്തിലെത്തിയ സമയമായിരുന്നു അത്. ഈ മേഖല വിദേശ തൊഴിലാളികളെ അമിതമായി ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴും സർക്കാർ കർക്കശമാക്കിയ കുടിയേറ്റ നിയമങ്ങൾ ഈ മേഖലയിൽ തൊഴിലാളി ചൂഷണത്തിന് വഴിതെളിക്കുന്നതായി RCN കുറ്റപ്പെടുത്തുന്നു. GP-മാരുടെ തൊഴിൽ അവസരങ്ങൾ ഒറ്റ വർഷം കുറഞ്ഞത് 44%. UK-യിൽ പുതിയതായി യോഗ്യത നേടിയെത്തുന്ന GP-മാർക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി ലഭിക്കാത്ത സ്ഥിതിയെന്ന് NHS ഇംഗ്ലണ്ട്. പ്രൈമറി കെയർ നാഷണൽ ഡയറക്ടർ ഡോക്ടർ അമൻറ്റ ഡോയിൽ മാഞ്ചസ്റ്ററിൽ നടക്കുന്ന NHS കോൺഫെഡറേഷൻ എക്സ്പോയിൽ പ്രാഥമിക ചികിത്സാ രംഗത്തെ മികച്ച പ്രവർത്തന രീതികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. തങ്ങൾ യോഗ്യത നേടിയെന്നും ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ അതിനുള്ള അവസരങ്ങൾ ഇല്ലെന്നും പല യുവ GP-മാരും പറയുന്നത് കേട്ടിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ചിലയിടങ്ങളിൽ ഒഴിവുകൾ ഇല്ലാത്തതിനാൽ ഈ മേഖലയിൽ തൊഴിൽ വിപണി നിർജീവമായെന്നും ഓഗസ്റ്റ് മാസത്തോടെ പുതുതായി യോഗ്യത നേടിയ GP-മാരിൽ പലരും തൊഴിൽ രഹിതരായേക്കും എന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് NHS ഡയറക്ടറുടെ പ്രസ്താവന വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. GP അഥവാ ജനറൽ പ്രാക്ടീസ് ഒരു കാലത്ത് തൊഴിലാളി ക്ഷാമം അനുഭവിച്ചിരുന്ന മേഖലയായിരുന്നെങ്കിൽ ഇന്നിവിടെ തൊഴിലില്ലായ്മയാണ് പ്രകടമാകുന്നതെന്ന് BMA GP കമ്മിറ്റിയും അഭിപ്രായപ്പെട്ടു. കൊലയാളി നഴ്സ് ലൂസി ലെഡ്ബി വധശ്രമ കേസുകളിൽ കോടതിയിൽ. UK-യിലെ നഴ്സിംഗ് സമൂഹത്തിനെയാകെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയാണ് നഴ്സ് ലൂസി ലെഡ്ബി നടത്തിയത്. താൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുകയായിരുന്നു ലെഡ്ബിയുടെ ഹോബി. ഈ കൊലപാതക പരമ്പരയുടെ പേരിൽ ഇവർ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ്. എന്നാൽ ഇതിനിടെ 7ഓളം വധശ്രമ കേസുകളിൽ ജൂറി അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പരിഗണിക്കുന്ന ജൂറിക്ക് നിരവധി കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കൊലയാളി എന്ന സുപ്രധാന തെളിവ് പരിഗണിക്കാമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2016 ഫെബ്രുവരി 17 ചൈൽഡ് കെ എന്ന് വിളിക്കുന്ന പെൺകുഞ്ഞിനെ കൗണ്ടേഴ്സ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിൽ നിയോനേറ്റൽ യൂണിറ്റിൽ നഴ്സായി ജോലി ചെയ്യവേ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് 34-കാരി ലെഡ്ബി ഇപ്പോൾ വിചാരണ നേരിടുന്നത്. NHS-ന്റെ ബാക്ക്ലോഗ് വീണ്ടും വർദ്ധിച്ചു. തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഋഷി സുനാക്കിന് തിരിച്ചടിയായേക്കും. ഇംഗ്ലണ്ടിലെ ഹോസ്പിറ്റലുകളിലെ വെയിറ്റിംഗ് ലിസ്റ്റ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നേരിയ തോതിൽ കൂടിയതായുള്ള വാർത്തകൾ പുറത്ത്. മാർച്ചിൽ 7.54 ദശലക്ഷമായിരുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ഏപ്രിൽ അവസാനം 7.57 ദശലക്ഷത്തിലെത്തിയതായുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂലൈ 4-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി ഋഷി സുനാക്കിനും ഭരണപക്ഷത്തിനും വൻ തിരിച്ചടിയായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. NHS-ലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത സമയത്ത് ഋഷി സുനാക് പറഞ്ഞിരുന്നു. സർക്കാർ സ്വീകരിച്ച പല നടപടികൾ മൂലം വെയിറ്റിംഗ് ലിസ്റ്റ് കുറയുന്നതിന്റെ സൂചനകൾ വന്നിരുന്നു. നിലവിലെ വെയിറ്റിംഗ് ലിസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ കുറവാണ്. സെപ്റ്റംബർ മാസത്തിലാണ് NHS-ൽ റെക്കോർഡ് വെയിറ്റിംഗ് ലിസ്റ്റ് 7.77 ദശലക്ഷം രേഖപ്പെടുത്തിയിരുന്നത്. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കുറയുകയാണെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. മെട്രോ നീട്ടണമെങ്കിൽ നയം മാറ്റം വേണം. നിലവിലെ നയമനുസരിച്ച് തൃശൂരിലേക്ക് നീട്ടാനാവില്ല. ബെഹ്റ. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് മെട്രോ റൂട്ട് ദീർഘിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ മെട്രോ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. നിലവിലെ നയമനുസരിച്ച് ഇത്തരത്തിൽ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് മെട്രോ നീട്ടാനാകില്ല. ഡൽഹി NCR മേഖലകളെ ബന്ധിപ്പിച്ചിട്ടുള്ള മെട്രോ മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. ബെഹ്റ അഭിപ്രായപ്പെട്ടു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. ഇതിന് മെട്രോ നയത്തിൽ മാറ്റം വരുത്തേണ്ടത് ഉണ്ട് എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. ആവശ്യമായ ഇടപെടലുകൾ നടത്താമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ മെട്രോ പദ്ധതിക്ക് നയമില്ലാത്തതിനാൽ KMRL-ന് നിലവിൽ ഈ റൂട്ടിൽ സാധ്യതാ പഠനം നടത്താനാകില്ലെന്നും ബെഹ്റ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലനുസരിച്ച് 1 കിലോമീറ്റർ മെട്രോ നിർമ്മാണത്തിന് 250 കോടി രൂപയാണ് ചിലവ് വരുന്നത്.
കുവൈത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഹെർക്കുലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. രാവിലെ 10:30 വിമാനം കൊച്ചിയിലെത്തും. ഇന്ത്യൻ സമയം പുലർച്ചെ 6 മണിയോടെയാണ് വിമാനം കുവൈത്തിൽ നിന്ന് പറന്നുയർന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉദ്യോഗസ്ഥരും വിമാനത്തിലുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന മൃതദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലെത്തും. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയും കൂട്ടരും ആദരാഞ്ജലികൾ അർപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കുവൈത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി. യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈത്ത് യാത്ര മുടങ്ങിയത്. കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി. യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെയാണ് മന്ത്രിയുടെ കുവൈത്ത് യാത്ര മുടങ്ങിയത്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതിനാലാണ് യാത്ര ഉപേക്ഷിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. അനുമതി കിട്ടാത്തതിനാൽ ഇതുവരെ മന്ത്രി കൊച്ചി വിമാനത്താവളത്തിൽ തുടരുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30 കുവൈത്തിലേക്കുള്ള വിമാനം പുറപ്പെട്ടത്. രാത്രി 9 മണിയായിട്ടും അനുമതി ലഭിക്കാത്തതോടെയാണ് മന്ത്രി യാത്ര ഉപേക്ഷിച്ചതായി വ്യക്തമാക്കിയത്. തുടർന്ന് മന്ത്രി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി. യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടിയില്ലെന്നും കേന്ദ്ര നിലപാട് നിർഭാഗ്യകരമാണെന്നും മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദുർബല ജനവിഭാഗങ്ങൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്രത്തെ വിമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാത്തത് പ്രശ്നം തന്നെയാണ്. CPMന്റെ പ്രത്യയശാസ്ത്ര കരുത്ത് ചോർന്നത് BJPയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? തോറ്റു, ഇനി എന്താണ് വേണ്ടത്? നമ്മൾ എങ്ങനെ തോറ്റുവെന്ന കാര്യം നല്ല പോലെ കണ്ടുപിടിക്കണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണം. 62 ലക്ഷം പേർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തീർക്കാനായിട്ടില്ല. തോൽവിയെ സംബന്ധിച്ചുള്ള കൃത്യമായ മനസ്സിലാക്കി പഠിച്ചു തിരുത്തി മുന്നോട്ടേക്ക് പോകാമെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇനി ഫുട്ബോൾ ആവേശനാളുകൾ. യൂറോ കപ്പിന് ഇന്ന് തുടക്കം. യൂറോപ്യൻ ഫുട്ബോളിൽ ഇനി പോരാട്ടക്കാലം. വൻ ശക്തികൾ കിരീടത്തിനായി കോപ്പുകൂട്ടി ഇറങ്ങുമ്പോൾ മൈതാനങ്ങളിൽ ഇനി ആരാധകർ കാണാൻ പോകുന്നത് പുതിയ അടവുകൾ. യൂറോ കപ്പിന് ഇന്ന് രാത്രി 12:30 കിക്ക് ഓഫ്. ആദ്യ കളിയിൽ ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ ജർമ്മനി സ്കോട്ട്ലൻഡുമായി കളിക്കും. ജൂലൈ 14 ബെർലിനിലാണ് ഫൈനൽ. ഇറ്റലിയാണ് നിലവിലെ ജേതാക്കൾ. 2024 യൂറോയിൽ 3ാം ചാമ്പ്യൻഷിപ്പ് കിരീടം തേടി ഫ്രാൻസ്. യൂറോ 2024 നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്നതിന് ലെസ് ബ്ലൂസ് ഓസ്ട്രിയ, നെതർലാൻഡ്സ്, പോളണ്ട് എന്നിവരെ നേരിടും എന്നതിൽ ഫ്രഞ്ച് സ്ക്വാഡ് 3ാം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിടുന്നു. 1984, 2000 ടൂർണമെന്റുകളിൽ വിജയിച്ച റയൽ മാഡ്രിഡ് താരം കൈലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ 2016 റണ്ണറപ്പായി മാറിയ യൂറോ 2024 ഗ്രൂപ്പ് ഡി ഫ്രാൻസിൽ വ്യക്തമായ ഇഷ്ടമുണ്ട്. ടൂർണമെന്റിലെ മികച്ച താരങ്ങളായ ദ്വിതീയ ദശാംശിന്റെ ടീം ഗ്രൂപ്പ് ഘട്ടം കടന്ന് മുന്നേറുമെന്നാണ് പ്രതീക്ഷ. അഫ്ഗാൻ ഇൻ, ന്യൂസിലാൻഡ് ഔട്ട്. T20 ലോകകപ്പിൽ നിന്ന് ന്യൂസിലാൻഡിന് കണ്ണീർ മടക്കം. T20 ലോകകപ്പ് ഗ്രൂപ്പ് സിയിൽ പാപ്പുവ ന്യൂഗിനിക്കെതിരെ ആധികാരിക ജയം നേടി അഫ്ഗാനിസ്ഥാൻ. ഇതോടെ ഗ്രൂപ്പിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനും സൂപ്പർ 8 ഉറപ്പിച്ചു. ഇതോടെ ന്യൂസിലാൻഡ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ PNG 19.5 ഓവറിൽ 95 പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 15.1 ഓവറിൽ ലക്ഷ്യം ഭേദിച്ച് 101-3. അഫ്ഗാൻ താരങ്ങളുടെ മികച്ച ബൗളിംഗും ഫീൽഡിംഗുമാണ് PNGയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.44 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.